വരൂ മധുരന്നുള്ളി തരൂ, മാരിവില്ല് പന്തലിട്ട ദൂര ചക്രവാളം, മാരിവില്ലിന്റെ എൺമലര്, മണിയാഞ്ചെട്ടിക്ക് മണിമിഠായി, മഞ്ഞളിയിൽ മൂന്നിത്തോർത്തി, ഇങ്ങനെ 1300 പാട്ടുകളുണ്ട്. മുഴുവനാക്കുന്നില്ല, കാരണം മണിക്കൂറുകൾ നീളുന്നതുകൊണ്ടാണ്. മണിക്കൂറുകൾ അനേകം എൻ്റെ കയ്യിൽ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ടാണ് മുഴുവനാക്കാതെ മക്കൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ആ മറ്റർ. ഇനി 5ാമത്തെ മഹാത്ഭുതം. ഈ മായുടെ മാന്ത്രിക ശക്തി മനസ്സിലാക്കണമെങ്കിൽ 4 മഹാത്ഭുതങ്ങളിൽ കൂടി മലയാള സിനിമയിൽ മുന്നേറുകയാണ്. മറ്റക്ഷങ്ങളെ മുട്ടുമടക്കിച്ചുകൊണ്ടുള്ള മഹാവിജയത്തിന്റെ മണിമുഴക്കം മാറ്റിക്കൊള്ളുകയാണ്. 5ാമത്തെ മഹാത്ഭുതം. മലയാള സിനിമകളിൽ മഹാഭൂരിപക്ഷവും മെനഞ്ഞെടുത്ത് മനോഹരമായി മത്സരിച്ച് മലയാളികളുടെ മുമ്പിൽ മുറക്കെത്തിക്കുന്നത് മായിൽ ആരംഭിക്കുന്ന മറുനാട്ടിലെ മഹാനഗരിയായ മദ്രാസിലാണ്. മലയാള സിനിമയുടെ മാനുഫാക്ചറിങ് മുഖ്യമായിട്ട് മദ്രാസ്, മായില. മലയാള സിനിമയുടെ മായിലാണെങ്കിൽ മറ്റു സിനിമയും മായില, മുംബൈ. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മുഖ്യ 2 സിനിമാ കേന്ദ്രങ്ങളും മന്ത്രാക്ഷരമായ മകാരത്തിലാണെന്നുള്ളത് മായയുടെ മഹിമയ്ക്ക് മാറ്റുകൂട്ടും. അപ്പൊ 5 മഹാത്ഭുതങ്ങളുമായി മലയാള സിനിമയിൽ മുന്നേറുമ്പോ 3 മമ്മൂട്ടിയെ പോലെ മിടുമിടുക്കനായ മോഹൻലാലിനെ മായിലൂടെ മാറ്റിവരച്ച് മലത്തി അടിച്ച മട്ടിലാണ് 3 മലയാള മനോരമയെ പോലെ മാഹാത്മ്യമേറിയ മലയാളികളുടെ മാധ്യമങ്ങളിൽ മാണിക്യമായി മാനിക്കപ്പെടേണ്ട മാതൃഭൂമിയെ ഒരൊറ്റ മായയുടെ മാന്യത്തിൽ മലർത്തി 2ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് മുന്നിലെത്തി 3 മഹാബലമുള്ള മലയാള മനോരമ. മാതൃഭൂമി മായുടെ എണ്ണം കൂട്ടിയാലും മലയാള മനോരമയുടെ മുമ്പിലെത്താൻ മാർഗമില്ല. മാതൃഭൂമിയെ മാർക്കറ്റിലെത്തിച്ച മാന്യ പത്രാധിപർ മഹാനും മേപ്പടിക്ക് ഒറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മഹാനാണ് KP കേശവം മേനോൻ. ആകെ മൂപ്പർക്ക് 3 മലയാള മനോരമയെ മഹത്വപ്പെടുത്തിയ മാന്യ പത്രാധിപർക്ക് 4 മുഴുത്ത മാമ്മൻ മാപ്പിള. മനസ്സിലാക്കാം. അപ്പോ പത്രാധിപർക്കാകട്ടെ പത്രത്തിനാകട്ടെ മായുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റം മറിച്ചിലുകളാണ് മഹത്വത്തിന്റെ മാനദണ്ഡമായി മുന്നേറ്റത്തിന്റെ മറുവശമെന്ന് മനസ്സിലാക്കാതിരിക്കുന്നത് മരമണ്ഡലമായിരിക്കുമെന്നാണ് മുന്നിലിരിക്കുന്ന മാന്യമിത്രങ്ങളോട് മകാരമ്പത്തായിരിക്കും മധുരമായി മറ തുറന്നു മൊഴിയാനുള്ളത്. അപ്പോ ഇനി പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയുമെന്നറിയില്ല, അത് അറിവില്ലായിരിക്കും. മലയാള പ്രസിദ്ധീകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ മറ്റെല്ലാ അക്ഷരങ്ങളെക്കാൾ 6-7 ഇരട്ടി മായില്ല. 6-7 ഇരട്ടി പ്രസിദ്ധീകരണങ്ങൾ. മംഗളം, മനോരാജ്യം, മാധുരി, മാധ്യമം, മാമാങ്കം, മലർവാടി, മലയോര ശബ്ദം, മലയാള മണ്ണ്, മറുനാട് മലയാളി, മലയാള ദേശം, മലയാള രാജ്യം, മറുനാട്, മലയാള മഹിമ, മംഗളാരത്നം, മനഃശാസ്ത്രം, മംഗളാ ചന്ദ്രിക, മനോലോകം, മനഃശാസ്ത്രം, മുത്തച്ചി, മുത്തിച്ചിപ്പി, മണ്ടൂസ്, ഇങ്ങനെ അങ്ങ് പോവുക. 30 മേൽ പ്രസിദ്ധീകരണം മായില്ല. മതങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും മായാണ് മുന്നിൽ. 3 മുഖ്യ മതങ്ങളിൽ ഉള്ളവരാണ് ഈ മുന്നിലിരിക്കുന്ന മനുഷ്യ മക്കൾ. മനുഷ്യസംഖ്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന മിശികാതമ്പുരാൻ ഉണ്ടാക്കിയ മാമോദീസ മുങ്ങിയ ഇവരുടെ മതം എടുത്താൽ, മത്തായിയെ പോലുള്ളവരുടെ മതം എടുത്താൽ ആ മതത്തിന്റെ മേലധ്യക്ഷനായി മാനിക്കപ്പെടുന്നത് ആർപ്പാപ്പയോ കാർപ്പാപ്പയോ സാർപ്പാപ്പയോ അല്ല, മായിൽ ആരംഭിക്കുന്ന മാർപ്പാപ്പയാണെന്നുള്ളതുകൊണ്ടാണ് മത്തായിയെ പോലുള്ളവർക്ക് അതിന് മഹത്വം. അതുകൊണ്ട് മാർപ്പാപ്പ മായ മാനിക്കുമ്പോൾ മെത്രാൻ, മെത്രാപോലീത്ത, മോൺസിഞ്ഞോർ, മൽപ്പാന്മാര്, മേൽപ്പെട്ടക്കാര്, മദ്ബഹ, മഹറോൻ, മാമോദീസ, മോക്ഷം, മാലാഖ, മോർ മുതലായ മഹാബഹുമതികൾ ഉൾപ്പെടെ മുഖ്യ പുണ്യകേന്ദ്രങ്ങളായി മഞ്ഞിലെങ്ങും മാനിക്കപ്പെടുന്ന മലയാറ്റൂർ, മൈലാപ്പൂർ, മാഹി, മണർകാട്, മണിയന്ത്രം, മഞ്ഞനിക്കര, മാന്നാർ, മാന്നാനം, മാരാമൺ, മണിയന്ത്രം മല, മുതലക്കോട്, മലങ്കര, മൈലക്കൊമ്പ്, ഇങ്ങനെ മുഴുവൻ മാമയം. ഇതൊന്നും എന്റെ പേര് മത്തായി എന്ന് ആയതുകൊണ്ടല്ല, ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല എന്റെ മാതാപിതാക്കള് ഈ മന്ത്രാക്ഷരത്തിൽ എനിക്ക് പേരിട്ട മത്തായി മറിച്ചല്ല. മത്തായിയുടെ മണ്ടയില് മസ്തിഷ്കത്തിൽ മുളച്ചിട്ട് 22 വർഷമായി. എന്നാൽ 35 വയസ്സുള്ള എന്റെ ഏക മകള് മേഴ്സിമോള് 2 മായുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക, മായെ മൗത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുക. 33 വയസ്സുള്ള എന്റെ ഏകമകൻ മനോജ് കുമാറിന് 2 മായുമായി മായെ മാനിച്ചുകൊണ്ടിരിക്കുമ്പോ മകാരം മത്തായിക്കും 2 മാ ഫാമിലിയിൽ മൊത്തം 3 പേർക്കും കൂടി 2 6 മായുടെ കാര്യത്തിൽ ഒരു മാറ്റവും ആർക്കുമില്ല എന്നുള്ളത് മാത്രം മതി ഈ മായുടെ മാസ്മര ശക്തിക്ക് മകളുടെ ഉദാഹരണമായി മാനിക്കപ്പെടുവാൻ. ഇനി മരിച്ച് മേരേജ് ചെയ്തോ മറിയാമ്മയാന്നൂരിൽ 3 മാക്കാരിയായി ഞങ്ങൾ 3 പേരും മാനം കെട്ടാനെ. ഫാമിലിയിലേക്ക് ഒരു 3 മാക്കാരി വന്നാൽ മുഴുവനും ഞങ്ങള് മനപ്രയാസം മൂത്താനെ. അതുകൊണ്ട് മിശിക തമ്പുരാന്റെ മഹാദേവ് കൊണ്ട് മത്തായി മംഗല്യമാല മണിമാറിൽ ലഭിച്ച മകളാമണിക്ക് 2 കറക്റ്റ് ഏലിയാമ്മ. അപ്പം ഒരു മായമില്ലാത്ത അന്നക്കുട്ടിനോ ലില്ലിക്കുട്ടിനോ കെട്ടിയാൽ എനിക്ക് ഇത്രയും മനസമാധാനം ഉണ്ടാവില്ല. 2 മായെങ്കിലും ഏലിയാമ്മയ്ക്ക് ഉണ്ടല്ലോ എന്നുള്ള ഒരു മനസമാധാനത്തിൽ ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കും. അപ്പൊ മൊത്തം 4 2 8 മായുടെ മായ ഞാൻ. ആർക്കും ഒരു മായും കൂടുതലുമില്ല കുറവില്ല. അതുകൊണ്ട് ആരും വലിയവരുമല്ല, ആരും ചെറിയവരുമല്ല. ഇനി അപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ലോകത്തിൽ വേണ്ടത് ഏറ്റവും വേണ്ടത് ഈ മന്ത്രാക്ഷരമാണ്. അതാണ് മറ്റൊരു മഹാത്ഭുതം, മായുടെ മഹിമ. ആ
അക്ഷരമാണ്. ആ അക്ഷരത്തെ നിങ്ങൾ മാനിക്കാൻ മടിച്ചു കഴിഞ്ഞാൽ മഹാനിരാശയോടുകൂടി മാറത്തടിച്ച് മുറവിളി മുഴക്കി മരിക്കേണ്ടി വരും. 3 തരം, മാറ്റമൊന്നുമില്ല. ആ മായാണ് മാർക്ക്. ആർക്കോ കോർക്കോ പാർക്കോ സാർക്കോ മത്സര പരീക്ഷ മേടിച്ചിട്ട് മക്കൾക്ക് എന്ത് മേന്മയാ, എന്ത് മെച്ചമാ. നിങ്ങൾ മഹത്വപൂർണ്ണരായി മാറണമെങ്കിൽ മത്സര പരീക്ഷ മേടിക്കേണ്ടത് മായായിരിക്കണം, മാർക്ക്. മക്കൾക്ക് മാർക്ക് തരാൻ വേണ്ടി മെനക്കെട്ട് മുന്നിൽ മന്ദഗതിച്ചെത്തുന്ന മുഴുവൻ മാഷന്മാർക്കും മാഷത്തികൾക്കും വേണ്ടത് മായ. അവർക്ക് പണി കിട്ടിയിട്ടോ ഹനി കിട്ടിയിട്ടോ മെച്ചമില്ല. മാസാമാസം മടിശീലയിൽ മണി കിട്ടണം, MONE. അപ്പൊ സ്റ്റുഡൻസിന് മഞ്ഞിലെമ്പാടുമുള്ള മുഴുവൻ സ്റ്റുഡൻസിന് MARK, ടീച്ചേഴ്സിന് മൊത്തം MONEY. കണ്ടോ, മായയെ മറന്നാൽ, മായയോട് മറുതലിച്ചാൽ ടീച്ചേഴ്സും മലക്കും സ്റ്റുഡൻസും മലക്കും. ഇതാണ് മായയുടെ മഹാശക്തി. അപ്പോ ഇതിങ്ങനെ മണിക്കൂറുകളോളം മലവെള്ള പാച്ചിൽ പോലെയുള്ള ഒരു മഹാപ്രവാഹമായിട്ട് മാറ്റുന്ന ഈ മകാരത്തെ നിങ്ങൾ ഇതുവരെ മാനിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ മുഖത്ത് മിന്നി തെളിയുന്ന മന്ദഹാസം മാത്രം മതി മകാരമത്തായിയുടെ മകാരത്തെ മതിയാവോളം മാനിക്കുന്ന മക്കളാണ്, മര്യാദക്കാരാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് കൂത്തുപറമ്പ് കുഞ്ഞിക്കണ്ണൻ. ഇന്നലെ തിരുനാവായിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ കലാപ്രകടനം കാഴ്ചവെച്ച കൂത്തുപറമ്പ് കുഞ്ഞിക്കണ്ണനെ പിന്നെ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു.